അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെട്ട, പൊരുത്തപ്പെട്ട, തൃപ്തിപ്പെട്ട ഇബാദുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ സമസ്ത പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കളടക്കമുള്ള എല്ലാ കബറാളികൾക്കും അല്ലാഹു തആല ആ കബർ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ആനന്ദവും നൽകുമാറാകട്ടെ. സ്വർഗീയ ആരാമങ്ങളാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യത്തിന്റെ നോട്ടം നമുക്കും അവർക്കും അല്ലാഹു തആല നസീബാക്കുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളും കടങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു പൂർണ്ണമായി മാറ്റിത്തന്ന് സന്തോഷവും സമാധാനവും ആഫിയത്തും ആയുരാരോഗ്യവും നസീബാക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തിരുനാവ് കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മനുഷ്യന്റെ ദുആക്ക് ഉത്തരം കിട്ടാൻ, ഇജാബത്ത് ലഭിക്കുവാനുള്ള ഒരു മാർഗമാണ് പ്രവാചകൻ പഠിപ്പിച്ചു തന്നത്. നമ്മളൊക്കെ പലപ്പോഴും ദുആ ചെയ്യുന്നവരാണ്, ചെയ്യേണ്ടവരുമാണ്. എപ്പോഴും നമ്മുടെ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു ആയുധം എന്ന് പറയുന്നത് ദുആയാണ്. ആ ദുആയിലൂടെ നേടിയെടുക്കാൻ സാധിക്കാത്ത ഒന്നുമില്ല. പക്ഷെ നമ്മൾ ധൃതി കാണിക്കരുത് എന്ന് മാത്രം. ഒരു നേരമോ, ഒരു ദിവസമോ, ഒരാഴ്ചയോ, ഒരു മാസമോ, ഒരു വർഷമോ ഒരുപക്ഷെ റബ്ബിനോട് ചോദിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലാഹു തആല ആഗ്രഹം സഫലമാക്കണമെന്നില്ല. നിരന്തരം അല്ലാഹുവിലുള്ള ഉറച്ച വിശ്വാസത്തോടെ, നല്ല ആഗ്രഹത്തോടെ, അള്ളാഹു എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന വലിയ പ്രതീക്ഷയോടെ, അവനല്ലാതെ എൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാൻ മറ്റാരുമില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി റബ്ബിലേക്ക് നമ്മൾ കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യണം. തീർച്ചയായിട്ടും റബ്ബിന്റെ വാതിൽക്കൽ മുട്ടുന്ന ഒരാളെയും അവൻ നിരാശനാക്കാറില്ല. മുൻഗാമികളായ നമ്മുടെ മഹത്തുക്കളായ ആളുകൾ എല്ലാവരും അവർ ദുആയിലൂടെ എല്ലാ കാര്യങ്ങളും നേടിയെടുത്തിരുന്നവരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്രയോ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മഴയില്ലെങ്കിൽ അവർ ദുആയിലേക്ക് ആശ്രയിച്ചിരുന്നു. കടം വരുമ്പോൾ റബ്ബിനോട് അവർ കടം വീട്ടാൻ ദുആ ചെയ്തിരുന്നു. രോഗം വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ജീവിത ക്ലേശങ്ങൾ വരുമ്പോൾ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ദുആയിലൂടെ മനസമാധാനം കണ്ടിരുന്നു. ദുആയിലൂടെ അവർ നേടിയെടുത്തിരുന്നു. ദുആയിലൂടെ പരിഹാരം കണ്ടിരുന്നു. പക്ഷെ നമ്മളും എപ്പോഴും ദുആ ചെയ്യുന്നവരാണ്. 5 വഖത്ത് നമസ്കാരത്തിന് ശേഷവും അതുപോലെ തന്നെ മറ്റ് സുന്നത്തായ കർമ്മങ്ങൾക്ക് ശേഷവും ഒക്കെ നമ്മൾ ദുആ ചെയ്യുന്നവരാണ്. ദുആ റബ്ബിനോട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ദിവസം നമുക്ക് എത്ര നേരം ദുആ ചെയ്യാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ ദുആ ചെയ്യണം. ദുആ ഇല്ലെങ്കിൽ അള്ളാഹു ഒരു മനുഷ്യനെ മൈൻഡ് ചെയ്യൂല എന്നാണ് സൂറത്തുൽ ഫുർഖാനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു ആയുധം എന്ന് പറയുന്നത് ദുആയാണ്. ആ ദുആ ഒരിക്കലും അള്ളാഹു തട്ടിക്കളയുകയില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ ദുആ ചെയ്യാറുണ്ട്, പക്ഷേ അത് സ്വീകരിക്കപ്പെട്ടതായിട്ട് നമുക്കതിന്റെ അനുഭവം കിട്ടുന്നില്ല. ദുആ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷേ അള്ളാഹു തആല നമ്മൾ എത്രയോ വർഷങ്ങൾ കൊണ്ട് ഏതെല്ലാം കാര്യങ്ങൾക്ക് റബ്ബിനോട് ചോദിച്ചു, ഇതൊന്നും പലപ്പോഴും നമുക്കത് സഫലമായി കിട്ടിയിട്ടില്ല. ഒരുപാട് വർഷങ്ങളായി രോഗത്തിൽ കഴിയുന്നവർ, മാനസിക പ്രയാസങ്ങളിൽ കഴിയുന്നവർ, കടങ്ങൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നവർ റബ്ബിനോട് നിരന്തരം നമ്മൾ കൈകൾ ഉയർത്തി ചോദിക്കാറുണ്ട്. പല ഉസ്താദുമാരെ കാണുമ്പോഴും പല സാലിഹീങ്ങളെ കാണുമ്പോഴും ഇതിനൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യാറുണ്ട്. വഅലിന്റെ മജ്ലിസുകളിലും ഇൽമിന്റെ മജ്ലിസുകളിലും ഒക്കെ നമ്മൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാറുണ്ട്. പക്ഷെ എന്നിട്ടും എൻ്റെ ആഗ്രഹങ്ങളൊന്നും സഫലമാകുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന പലരുമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആരും നിരാശപ്പെടരുത്. ദുആ സ്വീകരിക്കപ്പെടാൻ, ചെയ്യുന്ന ദുആയ്ക്ക് ഉത്തരം കിട്ടാൻ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഒരു ചെറിയൊരു കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ കളവ് പറയൂല. അവിടുത്തെ നാവ് കൊണ്ട് വമാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അള്ളാഹുവിന്റെ വാനരോഗത്ത് നിന്നും അള്ളാഹു അറിയിച്ചു കൊടുക്കാത്തൊരു കാര്യവും പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല, അവിടുന്ന് അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് അള്ളാഹു അറിയിച്ച മാർഗത്തിലൂടെയാണ്, അവൻ അറിയിച്ച കാര്യമാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ദുആക്ക് ഇജാബത്തുള്ളവനായി മാറാൻ, അവൻ അള്ളാഹുവിനോട് ചെയ്യുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുവാൻ
ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിസ്തഗ്ഫറ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഏതൊരു മനുഷ്യനാണോ മുഴുവൻ ലോകത്തെ മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നത്, കുല്ല യൗമിൻ, എല്ലാ ദിവസവും എത്ര പ്രാവശ്യം, 27 മറ, 27 പ്രാവശ്യം, ഒരു ദിവസം 27 പ്രാവശ്യം ലോകത്തെ സകല മുഅ്മിനാത്തുകൾക്ക് വേണ്ടി, അതിൽ മരണപ്പെട്ടവരുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈ നിമിഷം വരെയും ആരെല്ലാം ഈ ലോകത്ത് വന്നിട്ട് കടന്നു പോയിട്ടുണ്ടോ, ഏതെല്ലാം മുഅ്മിനീങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കും, അവർക്കൊക്കെയുള്ള പ്രാർത്ഥനയാണ്. എത്ര പ്രാവശ്യമാണ്? 27 പ്രാവശ്യം. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കാന മിമ്മൻ യുസ്തജാബു ലഹു, അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ ദുആക്ക് ഉത്തരം കിട്ടുന്നവരിൽ പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എത്ര സുന്ദരമായ ഒരു ഹദീസാണെന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഒരു ദിവസം 27 പ്രാവശ്യം മുഴുവൻ മുഅ്മിനാത്തുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറഞ്ഞ സമയം മതി. എങ്ങനെയാണ്? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അത് മുസല്ലയിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുവേ മുഴുവൻ മുഅ്മിനാത്തുകൾക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് ഒരു 27 പ്രാവശ്യം നമ്മൾ പറഞ്ഞാൽ കാന മിമ്മൻ യുസ്തജാബു ലഹു, അവൻ ദുആക്ക് ഇജാബത്ത്, ഉത്തരം കിട്ടുന്നവരിൽ പെടുമെന്ന് പഠിപ്പിച്ചു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഈ ഹദീസ് ശ്രദ്ധിച്ച് കേൾക്കുക. ജീവിത മരണം വരെ, അവസാന ശ്വാസം വരെയും നമ്മൾ കൃത്യമായിട്ട് ഈ ഹദീസിനെ അനർത്ഥമാക്കി ജീവിക്കുക. ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയം, സുബഹി കഴിഞ്ഞോ, ളുഹർ കഴിഞ്ഞോ, മഗ്രിബ് കഴിഞ്ഞോ, അല്ല നിങ്ങൾക്ക് സമയമുള്ള സന്ദർഭത്തിൽ ഒരു 27 പ്രാവശ്യം ഇതിനെ പറയാൻ നമ്മൾ സമയം കണ്ടെത്തിയാൽ റബ്ബിലേക്ക് നമ്മൾ ഉയർത്തുന്ന കരങ്ങൾ അല്ലാഹു തട്ടിക്കളയുകയില്ല. പ്രവാചകൻ സാക്ഷ്യപ്പെടുത്തിയതാണ്, പ്രവാചകൻ നൽകിയ ഓഫറാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു തആല നമ്മളെയൊക്കെയും ദുആക്ക് ഉത്തരം കിട്ടുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത് മരിക്കുന്നത് വരെയും കൃത്യമായിട്ട് പാലിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. മുഅ്മിനാത്തുകൾ എന്ന് പറയുമ്പം അതിലെത്ര മുഴുവൻ അമ്പിയാക്കളും അതിൽ വരും, മുഴുവൻ ഔലിയാക്കൾ വരും, സ്വഹാബാക്കളും സ്വഹാബിയാത്തുകൾ വരും, മുഴുവൻ മഹാന്മാരും മഹദികളും ആരിഫീങ്ങളും സ്വാലിഹീങ്ങളും എല്ലാവരും ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദുആക്ക് ഇജാബത്തുള്ള പ്രാർത്ഥനയായി മാറുന്നത്. ഇഷ്ടമായെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ ദുആ വസിയത്തുകളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. പരിശുദ്ധ റജബ് മാസമാണ്, ഒരുപാട് ദുആ ചെയ്യേണ്ട മാസവും കൂടിയാണ്. അള്ളാഹുവിനോട് ഈ ആത്മാർത്ഥതയോടുകൂടി ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് വളരെ, അള്ളാഹു ഈ ബറക്കത്തിന്റെ മാസമായ റജബിൽ അവന്റെ ആ നിറഞ്ഞൊഴുകുന്ന ബറക്കത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും മറ്റൊരറിവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.